എൻ്റെതല്ല എൻ്റെ ഫിഗർ, അല്ലെങ്കിൽ എൻ്റെ മരുമകൻ്റെത്, ഇതിലപ്പുറമൊന്നും ഒരിടത്തും വരാൻ ഞാൻ അനുവദിക്കില്ല. പിണറായി വിജയൻ്റെ പുതിയ നിർദ്ദേശമാണ്. ബാക്കി ആരെയെങ്കിലും പടം ഫ്ലക്സിൽ വന്നാൽ പിന്നെ എൻ്റെ മറ്റൊരു മുഖം കൂടി നീയൊക്കെ കാണേണ്ടി വരും. കർശന നിർദ്ദേശമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പാർട്ടി ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ മതി, ഞാനും മരുമകനും അല്ലെങ്കിൽ. സത്യത്തിൽ ഇങ്ങനെ ആരാണ്? തെരഞ്ഞെടുപ്പിൻ്റെ സ്വഭാവത്തെ തന്നെ വേണമെങ്കിൽ മാറ്റാവുന്ന തരത്തിലാണ് ഇത്തരം പരാമർശങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനങ്ങൾ പൊതുവെ സ്വീകരിക്കപ്പെടുക എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ യഥാർത്ഥത്തിൽ നിലമ്പൂർ വളരെ ശക്തമായിട്ടുള്ള ഒരു മത്സരമാണ് നടക്കുന്നത്. അവിടുത്തെ അടിയൊഴുക്കുകൾ പോലും ആർക്കും ഉറപ്പില്ലാത്ത തരത്തിൽ ശക്തമാണ്. എന്ത് സംഭവിക്കും എന്ന് ഈ 18 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രം വ്യക്തമാകുന്നൊരു കാര്യമാണ്. അതിനിടയിലാണ് ഈ അഭിപ്രായ പ്രകടനം നടത്തിയത്. മുഖ്യമന്ത്രി എപ്പോഴാണ് പറഞ്ഞത്? LDF കൺവെൻഷൻ വേദിയിലാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത്. അതായത് സ്വരാജിന്റെ വോട്ട് ചോദിക്കുന്ന സമയത്താണ്, സ്വരാജിന് വേണ്ടി വോട്ട് ചോദിക്കാനും അതിന്റെ കാര്യങ്ങൾ ഈ അൻവർ ചതിച്ചവനാണ്, ചതിച്ചവർ പാർട്ടിക്ക് പുറത്താണെന്നൊക്കെ പറയുന്ന സമയത്താണ് ഈ ഫ്ലക്സ് ശ്രദ്ധയിൽപ്പെട്ടത്. നോക്കിയപ്പോൾ ഗണേഷ് കുമാർ മുന്നിലിരിക്കുന്നു, തൊട്ട് അടുത്തായിട്ട് സ്വരാജും ഇരിക്കുന്നു. പരിധി നോക്കിയപ്പോൾ മരുമകനും ഇല്ല, താനും ഇല്ല. അപ്പോഴാണ് പഴയ ആ രോക്ഷം പുറത്തു വന്നത്. പക്ഷേ അവിടെ ഗണേഷ് കുമാറിന്റെ ഫ്ലക്സ് എന്തിനാണ് വെച്ചത്? അതിന് ആർക്കൊരു വിശദീകരണം കൊടുക്കാൻ? ഏതെങ്കിലും ഗണേഷ് ഭക്തൻ കൊണ്ടത് ചെയ്തതായിരിക്കും. അങ്ങനെ ഈ ഭക്തന്മാർ ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ളതായിട്ടുള്ള പുണ്യാളന്മാരുടെ ദൈവങ്ങളുടെ പടം വെച്ച് അതിൻ്റെ കൂട്ടത്തിൽ സ്വരാജിനും കൂടി ചേർത്താൽ അത് തിരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ ഗുണം ചെയ്യില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നാൽ മുഖ്യമന്ത്രിയുടെ പടത്തോടൊപ്പമാണ് സ്വരാജിൻ്റെ പടം വെക്കുന്നതിന് കുറച്ചും കൂടി ഗരിമ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ പാർട്ടി സാധാരണ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ചിഹ്നങ്ങൾ മാത്രം ഉപയോഗിക്കുക എന്നുള്ള നിർദ്ദേശമാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തലക്കൊരു പ്രാധാന്യമുണ്ട്. നമ്മളത് മറക്കണം, ശരിയല്ല. പക്ഷേ ഈ LDF സർക്കാർ അധികാരത്തിൽ വന്ന തുടക്ക സമയത്ത് ഒരു വെള്ളരി പ്രാവിനെ പറത്തിക്കൊണ്ടാണ് തുടക്കം. പറത്തിയതും പ്രാവ് തറയിൽ തീർന്നു. അപ്പൊ തന്നെ ഇപ്പൊ കുറെ ട്രോളൊക്കെ ഇറങ്ങുന്നുണ്ട്. പുള്ളി ആരെ കൈപിടിച്ച് പൊക്കിയാൽ അവരെ കാര്യത്തിൽ പിന്നെ ഒരു തീരുമാനമാണ്. വെള്ളരി പ്രാവ് അടക്കമുള്ള ഒരു താഴെ എഴഞ്ഞിടക്കേണ്ട സ്ഥിതി വരുന്നല്ലേ? ഇപ്പൊ ഇവിടെ നമ്മുടെ സ്വരാജിന്റെ കൈ പിടിച്ച്, സ്വരാജിന്റെ കൈയും പൊക്കി. അപ്പൊ ഷൗക്കത്ത് ജയിക്കുമെന്നാണ് പറയുന്നത്. ട്രോളുകൾക്കും ട്രോൾ മഴകൾക്കും യാതൊരു ക്ഷാമവുമില്ല. അതിനൊക്കെ പക്ഷെ നല്ല അർത്ഥങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇതിനെന്ത് സംഭവിക്കുന്നു തെരഞ്ഞെടുപ്പ് കഴിയുന്നവരും കാത്തിരിക്കേണ്ടി വരും എന്തായാലും. അല്ല, മറ്റൊരു ട്രോള് വന്നത് അതിരസം. പിണറായി വിജയൻ 80ാം പിറന്നാൾ ദിവസം കേക്ക് മുറിക്കുന്ന സമയത്താണ് കപ്പൽ മുങ്ങിയത്. മീന് തിന്നാൻ പറ്റാത്ത അവസ്ഥയായി കേരളത്തിലെ ജനങ്ങൾക്ക്. ഇങ്ങനെ എവിടെ തൊട്ടാൽ ഇത് തന്നെ എന്നുള്ള. അല്ല, ഈ ട്രോളന്മാർ അതീവ ബുദ്ധിമാന്മാരും അതേപോലെ തന്നെ അതീവ രസികന്മാരുമാണ്. അതുകൊണ്ട് ഏത് മുഹൂർത്തങ്ങളെയും അവർ അങ്ങനെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളാക്കി മാറ്റി തീർക്കും. പ്രത്യേകിച്ച് നമുക്ക് ഉള്ള അസ്വസ്ഥത, അതല്ലെങ്കിൽ നമുക്കുള്ള ഇഷ്ടമില്ലായ്മ അല്ലെങ്കിൽ ഇഷ്ടം, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ ട്രോളിനെ സ്വീകരിക്കാം. പിണറായിയോട് വെറുപ്പ് കാത്തു സൂക്ഷിച്ചിരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് ഇതൊക്കെ ഭയങ്കര രസകരമായിട്ട് തോന്നും. അല്ലാത്തവർക്ക് വല്ല അസ്വസ്ഥതയും തോന്നും. അല്ല, ഞാൻ ചോദിക്കുന്നത് ഗണേശിന്റെ ഫോട്ടോ വായിച്ച അത് പ്രസക്തി ഇല്ലെങ്കിൽ പോലും ഗണേശിന്റെ ഫോട്ടോ ഗണേശിന്റെ ഫോട്ടോ അവിടെ കൊണ്ട് നോക്കുന്നത് ശരിയാണ്. പക്ഷെ അതിന്റെ ആവശ്യമില്ല. എങ്കിൽ പോലും അങ്ങനെ ഒരു ഫോട്ടോ അവിടെ വന്നതിന് മുഖ്യമന്ത്രി എന്തിനാണ് ഇത്ര അസ്വസ്ഥനാകുന്നത്? മുഖ്യമന്ത്രി വേണ്ടയിടത്തും വേണ്ടാത്തടത്തും ഒക്കെ മുഖ്യമന്ത്രിയുടെ മരുമകന്റെ ഫോട്ടോ വരുന്നില്ല. മുഖ്യമന്ത്രി എപ്പോഴും അങ്ങനെയാണ്, നമുക്കറിയില്ല. നേരത്തെ ഒരു ദിവസം അദ്ദേഹം പ്രസംഗിച്ച് കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളരെ ഗംഭീരമായിരുന്നൊക്കെ പറഞ്ഞ് അവതാരകയോട് പറഞ്ഞു അത്തരം കമൻ്റ് ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു, ഓർമ്മയില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരാളാണ് പിണറായി വിജയൻ. അതുകൊണ്ട് ഈ ഫ്ലക്സ് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി, അദ്ദേഹം പ്രതികരിച്ചു. അതിൽ കൂടുതൽ അതിന് പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. പലരും അദ്ദേഹം പ്രസംഗിക്കാൻ വരുന്ന സമയത്ത് അരികത്തിൽ പറഞ്ഞത് മൈക്ക് അപകടമുണ്ടാക്കുമോ എന്നായിരുന്നു. മൈക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിരുന്നെങ്കിൽ കേസെടുത്ത ആളാണ് കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായി. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അങ്ങനെയാണ് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ എന്താണ് വേണമെങ്കിൽ സ്വഭാവ വൈകല്യം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു രീതിയായിട്ട് അതിനെ കണക്കാക്കാം. അല്ല, ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടില്ലേ? നമ്മളിത് ട്രോളായിട്ടും നമ്മൾ ചോദ്യം ചെയ്യുന്നതാണ്, നമ്മൾ വിമർശിക്കുന്നതാണ്. നമ്മളിങ്ങനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇത് പലവട്ടം ആവർത്തിക്കപ്പെട്ട സമയത്ത് അത് ഒരു സ്വഭാവത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു സ്റ്റൈലിഷ് പ്രോസസ്. അത് ആളുകൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ആളുകൾ അതിന് വിമർശിക്കുന്നു, എതിർക്കുന്നു, പലതരത്തിലുള്ള ട്രോളുകൾ ഇറക്കുന്നു, അത്രയൊക്കെ ഉള്ളൂ. അത് പക്ഷേ ഒരിക്കലും
ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പിണറായി വിജയനെ തിരിച്ചറിയുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം വളരെ നേരത്തെ ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റൈലിഷ് പ്രോസസ്സിൽ നിന്ന് മാറിയേനെ. എന്തായിരിക്കും പിണറായി വിജയനെ ഇങ്ങനെ ഇപ്പോൾ സ്വരാജ് ജയിക്കണമെന്ന് CPM-ലെ കുറെ പേർ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ മുഖ്യമന്ത്രി അത് ആഗ്രഹിക്കുന്നില്ല എന്ന് ചില ആളുകൾ, ചില വിവരങ്ങൾ വരുന്നുണ്ട്. അതിന് അതിൻ്റെതായ കാരണങ്ങളും ചിലർ പറയുന്നുണ്ട്. പക്ഷേ ഇത്തരം വേദികളിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു ജനകീയനല്ലാത്ത മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ആളുകൾ ഇലക്ഷൻ നിൽക്കുമ്പോൾ ജയിപ്പിക്കുമോ എന്ന് ചോദിച്ചാൽ ജയിപ്പിക്കും. കാരണം ചില വ്യക്തികളുടെ സ്വഭാവം കൂടി തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ എങ്കിൽ പോലും ഒരു ഫ്ലക്സിലൊക്കെ കയറി ഇങ്ങനെ അസ്വസ്ഥപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ? ഗണേഷ് കുമാറിന്റെ മുഖം കാണുമ്പോൾ പൊതുവെ മുഖ്യൻ അസ്വസ്ഥനാകുന്നതാണോ? അങ്ങനെയല്ല, അത് പുള്ളിയുടെ രീതി എന്ന നിലയ്ക്ക് നമ്മൾ അതിനെ കണക്കാക്കിയാലും മതി. നമ്മളതിനെ വിമർശിക്കുകയും ചെയ്യണം. അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള നിലപാട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് രംഗത്ത് പിണറായി വിജയൻ ഇപ്പോഴും ഒരു ക്രൗഡ് പുള്ളറാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം കഴിഞ്ഞ ദിവസം അവരുടെ തെരഞ്ഞെടുപ്പ് ഉദ്ഘാടനം അല്ലെങ്കിൽ സ്വരാജിൻ്റെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എന്ന് പറയുന്നത് ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം എത്തിയത് ആ സമയത്ത് ആൾക്കൂട്ടം ഇങ്ങനെ ആരവത്തോടുകൂടി നിറഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആളുകളെ ആരവത്തോടുകൂടി നിറച്ചു നിർത്താൻ പറ്റുന്നതായിട്ടുള്ള അപൂർവ നേതാക്കൾ മാത്രമേ ഇപ്പോൾ കേരളത്തിലുള്ളൂ. വേണമെങ്കിൽ ഒരാളേ ഉള്ളൂ, പിണറായി വിജയൻ. എല്ലാ ആളുകളും അദ്ദേഹത്തെ ചീത്ത പറയും, പക്ഷേ എല്ലാ ആളുകളും അതോടൊപ്പം തന്നെ അദ്ദേഹം വരുന്ന സമയത്ത് ഓടിക്കൂടുകയും ചെയ്യുന്നു. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു മാസ് അപ്പീൽ തന്നെയാണ്. അദ്ദേഹത്തിനോട് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ആരെയാണോ ചീത്ത ആളുകൾ വിളിക്കുകയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റിയത് പിണറായി വിജയനാണ്. അതോടൊപ്പം തന്നെയാണ് പിണറായി വരുന്ന സ്ഥലത്തേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഒഴുകിയെത്തുകയും ചെയ്യും. ഇതിൻ്റെ ഒരു വൈരുദ്ധ്യമാണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നത്. പക്ഷെ അത് ഉണ്ട്, അത് യാഥാർത്ഥ്യമാണ് തന്നെ. എന്തായിരിക്കും പക്ഷെ നിലമ്പൂരിൽ പിണറായി വിജയന്റെ ഇത്തരം നടപടികളിലൂടെ നിലമ്പൂരിൽ ഉണ്ടാകുന്ന മാറ്റം എന്തായിരിക്കും? അല്ല, പിണറായി വിജയൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അവിടെ LDFനെ വിജയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ചോദ്യം ആർക്കെതിരെ എന്ന് ചോദിച്ചാൽ പിണറായി വിജയനെതിരെ എന്നുള്ളതാണ്. അൻവർ യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ നീക്കം നടത്തിയത് അല്ലെങ്കിൽ രാജിവെച്ചത് ആർക്കെതിരെ എന്ന് ചോദിച്ചാൽ പിണറായി വിജയനെതിരെയാണ്. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ മാഫിയ തലവൻ. അതുകൊണ്ട് ഈ മാഫിയ തലവനെ പുറത്തിറക്കണം. അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ, നേരത്തെ പറഞ്ഞ ഫ്ലെക്സ് അടക്കമുള്ള കാര്യങ്ങളിലുള്ള അഭിപ്രായ പ്രകടനങ്ങളെയൊക്കെ അദ്ദേഹം വിശേഷിപ്പിച്ച് പിണറായിസം എന്നാണ്. ആ പിണറായിസത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നതാണ് അൻവർ. ആ അൻവറിനെ അടിച്ചു വീഴ്ത്തുക എന്ന് പറയുന്നത് പിണറായിയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യങ്ങളിൽ ഒന്നായിരിക്കും. ധന്യെ മാത്രമല്ല, പലരുമൊക്കെ സൂചിപ്പിക്കുന്ന പോലെ മരുമകനൊന്നും ഇതിനകത്തൊരു ഘടകമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം സ്വരാജ് തോറ്റാലും മരുമകൻ അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യത വളരെ വിരളമാണ്. മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരികയും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം വർത്തമാനങ്ങൾക്ക്, അഭിപ്രായങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിണറായിയുടെ ലക്ഷ്യം അവിടെ ഇടതുപക്ഷത്തെ ജയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണത്തിനും അതേപോലെ വിമർശനത്തിനും അദ്ദേഹത്തിനോടുള്ള ചീത്ത വിളിക്കുമൊക്കെ പരിഹാരമാക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയുള്ള നീക്കമായിട്ട് കണക്കാക്കണം.